ഇനി മീഡിയയ്ക്ക് എന്തെങ്കിലും നേര് എന്ന് പറഞ്ഞ ഈ മൂവിനെ പറ്റി എന്തെങ്കിലും റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചോദിക്കാം. സമയപരിമിതി മൂലം ഉള്ളതുകൊണ്ട് 3 ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ വരെ ഉള്ളൂ ലിമിറ്റ്. സോ എന്തെങ്കിലും നേര് എന്ന് പറഞ്ഞ ഈ മൂവി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. മൈക്ക് ലാലേട്ടൻ നമ്മുടെ ഇൻ്റർവ്യൂ തന്നെ ലാലേട്ടൻ പറയണ്ടായി, ഞാനിവിടെ ഉണ്ട്, വിജയമോഹൻ ഇവിടെ ഉണ്ടാവും, നല്ലൊരു കേസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും വരുന്ന പറയണ്ടായി. ഇപ്പം ആ വിജയമോഹൻ്റെ ആദ്യത്തെ കേസ് വലിയൊരു വിജയമായിരിക്കുകയാണ്. നേരിട്ടു എന്ന് പ്രതീക്ഷിക്കും. ഈ ഒരു കേസിലായാൽ രക്ഷപ്പെട്ടു പോയി. അങ്ങനെ ഇപ്പം പറയാൻ പറ്റില്ലല്ലോ, ഞാനല്ലല്ലോ അത് തീരുമാനിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇനിയൊരു അത്തരത്തിലൊരു കഥ ഉണ്ടാകണം, ഒരു നല്ല കേസ്. അങ്ങനെ അതിൻ്റെ ഒരു പാർട്ട് 2 എന്നുള്ള രീതിയിലുള്ള ഒരു സിനിമയിൽ നിന്ന് ദൃശ്യം പോലും ഒരു പാർട്ട് 2 ഉണ്ടാകുന്നതാണ്. അപ്പം അത് ഇതൊരു സ്ഥിരം പരിപാടിയാക്കാനൊന്നും അതിപ്പം പറയാൻ പറ്റില്ല. ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ഇത് സംഭവിച്ചതല്ല, ഇങ്ങനെ സിനിമ ഉണ്ടായതാണല്ലോ. ഇനി അടുത്ത് വരുന്ന ഇതിന് വലിയൊരു കേസ് ആയിട്ട് വരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അന്യഭാഷയെന്ന് ഇപ്പോഴേ വിളി വന്നു തുടങ്ങിയോ റൈറ്റ്സിന് വേണ്ടി? എന്നെ വിളിച്ചിട്ടില്ല, വരുമായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇന്നലെ ബോംബെയിൽ ഉണ്ടായിരുന്നു. ഞാനൊരു മീറ്റിങ്ങിന് ചെന്നപ്പോൾ അവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ന്യൂസ് ചെന്നു. അപ്പോൾ എന്നോട് ചെന്നപ്പോഴൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മേ ബി താല്പര്യമുള്ളവർ പ്രൊഡ്യൂസറെ കോണ്ടാക്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ ഞാനല്ലേ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്കെന്റെ പിള്ളേരുണ്ടടാ എന്നാണ് അന്ന് ലാലേട്ടൻ പറഞ്ഞത് മാൻസ്മേറ്റില്. ആ പിള്ളേർക്ക് അപ്പുറം പ്രേക്ഷകരുമുണ്ടെന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു സിനിമയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് 25 വർഷത്തെ ഒരു എന്താ പറയുന്ന ഒരു ഞങ്ങളുടെ ഒരു ഫാൻസ് അസോസിയേഷൻ്റെ എല്ലാവരും കൂടെ ഒരു ഗ്യാതറിങ്ങാണ്. ഈ സിനിമയായിട്ട് കണക്റ്റഡ് അല്ല, ഒരുപാട് സിനിമയുടെ പുറകെ സഞ്ചരിച്ച ആൾക്കാരാണ്. 25 വർഷം എന്ന് പറയുന്നത് വലിയൊരു, പിന്നെ എനിക്ക് എൻ്റെ പിള്ളേരുണ്ടടാന്ന് പറയുന്നത് തെറ്റൊന്നുമില്ലല്ലോ. അതോടൊപ്പം പ്രേക്ഷകരുണ്ടെന്ന് തെളിയിച്ചതാണോ? നമ്മൾ അവകാശവാദം എന്ന് പറയുന്നില്ല, അതൊരു മൊമെൻറ്റിൽ അവരുമായിട്ട് സംസാരിച്ചാണ്. നല്ല സിനിമയുടെ കൂടെ പ്രേക്ഷകരുണ്ടാകുന്ന തെളിയിക്കപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സിനിമ മാത്രമല്ല, എല്ലാ നല്ല സിനിമകൾക്കും പ്രേക്ഷകരുണ്ടാകണം, എല്ലാവർക്കും നല്ല പിള്ളേരുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. സെക്കൻഡ് പാർട്ട് ഇല്ല എന്ന് പറയുമ്പോൾ സിദ്ദീഖ് പറഞ്ഞു വെക്കുന്ന ഒരു ഡയലോഗുണ്ട്, മേൽക്കോടതി ഉണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ആഗ്രഹം വീണ്ടും വീണ്ടും വരുന്നത്. സെക്കൻഡ് പാർട്ട് എന്നാലും വിചാരിക്കാം. എന്തായാലും മേൽക്കോടതിയിൽ ഞാൻ മേൽക്കോടതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്, ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. മേൽക്കോടതിയിലേക്ക് ഞാൻ പോകുന്നുണ്ട്. അവിടെ വിജയമോഹൻ വരും, ആര് വരുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ലാലേട്ടാ, നേരത്തെ ജഗദീഷ് ഏട്ടൻ പറഞ്ഞിട്ട് ഒരു സൂപ്പർ സ്റ്റാർ വന്ന് നിസ്സായനായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ, അത് പ്രേക്ഷകർ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് യഥാർത്ഥത്തിൽ നോക്കാൻ നേരത്ത് എന്താണെന്നൊരു ആർക്കാണെങ്കിൽ ഒരു എന്തായിരിക്കുമെന്നൊരു ആശങ്കയുണ്ടാകും. പക്ഷെ നേരെ മറിച്ച് സ്ക്രീനിൽ കണ്ടപ്പോൾ സട്ടിലായിട്ട് പല ക്യാരക്ടറും പിന്നെ അണ്ടർ പ്ലേ ചെയ്യുന്ന ഒരു ലാലേട്ടനെയാണ് കണ്ടത്. ഇനി റിപ്പീറ്റ് വാച്ചബിൾ ആയിട്ട് കാണാൻ നേരത്ത് പോലും ലാലേട്ടൻ അതിൻ്റെ അകത്ത് പറഞ്ഞു വെക്കുന്ന ഇല്ലെങ്കിൽ മാരസം കൊണ്ട് തീർക്കുന്ന പല സംഗതികളും പിന്നീട് കാണുമ്പോൾ പിന്നീട് മനസ്സിലാവുന്ന തരത്തിൽ തോന്നാറുണ്ട്. അപ്പം അത് എങ്ങനെയായിരുന്നു ഒരു ആക്ടർ എന്ന നിലയിൽ, ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ ആ ജഡ്ജ്മെന്റ് ചെയ്തത്? സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലൊന്നും നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല. ഒരു ആക്ടർ ആ ശങ്ക ഉണ്ടായിരുന്നില്ല, അതാണ് ആ ശങ്ക. അങ്ങനെയല്ല, കഥാപാത്രത്തിന് അനുയോജ്യമായ ഒരു എന്താ പറയണ്ട, ആ സാഹചര്യത്തിൽ അയാൾ എങ്ങനെ പെരുമാറും, അങ്ങനെയാണ് ഒരു ആക്ടർ ഉണ്ടാകുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അത് ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ ക്യാമറയുടെ പുറകിൽ ഒരാളുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇതിന് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് വളരെ ഒരു ലിമിറ്റഡ് സ്പേസിനുള്ളിൽ ഒരുപാട് ഒരു ഒരു ക്ലോസ്ട്രോഫോബിക് ഫീലിങ്ങിലാണല്ലോ ആ സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ അതിൽ അവകാശവാദമൊന്നുമില്ല. ഇതെങ്ങനെയാണ് അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കഥാപാത്രവും അതിൻ്റെ കൂടെയുള്ള കഥാപാത്രങ്ങളും ആ സീനും ഒക്കെയാണ് ഒരു ആക്ടറെ എലിവേറ്റ് ചെയ്യുന്നത്. നല്ല റോളുകൾ കിട്ടുക എന്ന് പറയുന്നത്, അത് നല്ല ആൾക്കാരുമായിട്ട് അഭിനയിക്കാൻ സാധിക്കുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ് എന്നൊരിക്കൽ കൂടെ തിരിച്ച സിനിമയായിട്ട് ഞാൻ നേരിട്ട് കാണുന്നു. താങ്ക് യു.
ഓക്കെ, ലാസ്റ്റ് വൺ മോർ ക്വസ്റ്റ്യൻ, അതോടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആനന്ദ് ചേട്ടാ, ഇപ്പോൾ സാധാ നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു മാസം മുമ്പോ 2 മാസം മുമ്പൊക്കെ ഡേറ്റ് തീരുമാനിച്ചിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് ബിഗീസ് തമിഴായാലും തെലുങ്കായാലും ഒക്കെ പാൻ ഇന്ത്യൻ സിനിമകൾ വരുമ്പോൾ ഡേറ്റ് മാറ്റാറാണ് പതിവ് ഇവിടുത്തെ എല്ലാ പ്രൊഡക്ഷൻ. എന്തായിരുന്നു നേരിപ്പോൾ 2 പാൻ ഇന്ത്യൻ പടങ്ങൾ, ഷാറുഖ് ഖാൻ്റെ പടവും പ്രഭാസിൻ്റെ പടത്തിൻ്റെ ഒപ്പമാണ് റിലീസ്, എന്തായിരുന്നു ആ ഒരു കോൺഫിഡൻസ്? അല്ല, മലയാളികൾക്ക് നമ്മളുടെ ഇതുവരെയുള്ള ഒരു ചിന്തയിൽ 100% മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമ കാണുക എന്നുള്ളൊരു ആഗ്രഹം തന്നെ ആയിരിക്കും മലയാളികളുടെ മനസ്സിൽ. അപ്പോൾ നമുക്ക് മറ്റ് ചിത്രങ്ങളിലൊന്നും നമ്മൾ റിലീസിൻ്റെ സമയത്ത് നമ്മുടെ മനസ്സിൽ അതിന് പോയിട്ടില്ല. അതൊരു ഓപ്പോസിഷൻ സിനിമയുടെ കാര്യം അങ്ങനെ കണ്ടിട്ടില്ല. കാര്യം അതിനൊരു കളക്ഷൻ ഉണ്ടാവും, അത് ആ ഒരു സൈഡിൽ അതിനൊരു തലത്തിൽ അത് വരും. പക്ഷെ മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമ എന്നും സക്സസ് എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റ് സിനിമകളുമായിട്ട് അതിന് കമ്പാരിസൺ ഇത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രചോദനം തരുന്നതും തീരുമാനിക്കാൻ സാധിക്കുന്നത്. നേര് സിനിമ യഥാർത്ഥത്തിൽ ലാലേട്ടനിലെ നടനെ എക്സ്പ്ലോർ ചെയ്തൊരു ചിത്രമാണ്. ഇപ്പൊ മലയക്കോട്ടെ വാലിബൻ വരാൻ നേരത്ത് ലാലേട്ടൻ നടനെയും താരത്തെയും ഒരേ സമയത്ത് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും. അത് കണ്ടിട്ട് മോൻ തന്നെ പറയാം. എനിക്ക് അറിഞ്ഞൂടാ, കാര്യം അതൊരു വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണറിലൊരു ഫിലിമാണ്. അങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടില്ല. അതൊരു എന്താണ് ഒരു ഫോക്ക് ലോറോ, ഒരു എന്താ പറയണ്ട, ഒരു സ്ഥലകാല ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നടക്കുന്നൊരു കഥ പോലെയാണ്. അതൊരു 100% എല്ലാം മേക്ക് ബിലീഫാണ്. അതിൻ്റെ ഒരു ടോട്ടൽ എന്താണ് ഒരു ദൃശ്യഭംഗിയും അതിൻ്റെ കളർ പാറ്റേണും അവർ ഷൂട്ട് ചെയ്തിരിക്കുന്ന വിധവും അതിൻ്റെ അകത്തുള്ള ഒരു ഫിലോസഫിയും സ്പിരിച്വാലിറ്റിയും ഒക്കെ ഡിഫറെൻ്റാണ്. അപ്പോൾ അത് ഞാൻ എങ്ങനെ ചെയ്തു, അത് കൊള്ളാമോ ഇല്ലയെന്ന് കണ്ടിട്ടൊന്ന് പറ. അല്ലാതെ എനിക്കിപ്പോൾ ഞാൻ പറയാണ് ഉഗ്രൻ എന്നാണ് എനിക്ക് പറയാൻ പറ്റില്ല. നമുക്ക് കിട്ടുന്നൊരു കാര്യം ചെയ്തു, അത് ഇനിയും സംഭവിക്കേണ്ടതാണ്. മോശം സിനിമ ആകാൻ സാധ്യതയില്ല. അത്രയും. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സമയപരിമിതി മൂലമാണ്